MLA-മാരെ ആരെയെങ്കിലും ഇറക്കിയുള്ള ഒരു പരീക്ഷണത്തിന് CPM ഒരുപക്ഷെ തുനിഞ്ഞേക്കും. യുവ വനിതാ നേതൃനിരയെയും പരിഗണിക്കുന്നുണ്ട്. ഒടുവിൽ CPM-ന്റെ സാധ്യതാ പട്ടിക നമ്മൾ 5 പേരിലേക്ക് ചുരുക്കുമ്പോൾ തെളിയുന്ന മുഖങ്ങൾ ഇവരാണ്. ചവറ MLA സുജിത് വിജയൻ പിള്ള, കൊല്ലം MLA M മുകേഷ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ, മുൻ MLA ഐഷ പോറ്റി, DYFI സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു. ബിനോയ് വീണ്ടും ചേരുന്നു. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം കൊല്ലത്തുണ്ടായില്ല. ഇത്തവണ കരുത്ത് കാട്ടാൻ നേരത്തെ തന്നെ അവർ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. സംഘടനാ ശക്തി സംഘടനയ്ക്ക് തെളിയിച്ചേ മതിയാകൂ എന്നതാണ് സ്ഥിതി. ബിനോയ്, BJP എന്താണ് കൊല്ലത്ത് ലക്ഷ്യമിടുന്നത്? BJPക്ക് കാര്യമായ വേരോട്ടമുള്ള മണ്ഡലമല്ല കൊല്ലം. എങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ കാര്യമായ വോട്ട് വിഹിതം നേടാൻ BJPക്കും കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ന്യൂനപക്ഷ മോർച്ച സ്ഥാനാർത്ഥിയാണ് കൊല്ലത്തു നിന്നും മത്സരിച്ചെങ്കിൽ പോലും കാര്യമായ തരത്തിൽ വോട്ട് നേടാൻ കഴിഞ്ഞില്ല. ഇത്തവണയാകട്ടെ ആ പതിവിൽ നിന്നും മാറി പുതിയ യുവാക്കളെ ആരെങ്കിലും മത്സരിപ്പിക്കാനാണ് BJPയുടെ നീക്കം.